ഫ്രൂട്ട്സ് ഡേഞ്ചറസ് ആണ്. ഫ്രൂട്ട്സ് എടുക്കുന്നു, ലിക്കർ എടുക്കുന്നു, ഓൾമോസ്റ്റ് സെയിം എഫക്റ്റ് ആണ് നിങ്ങളുടെ ലിവർ എന്ന് പറയുന്നത്. നിങ്ങൾ കാപ്സിനെക്കാട്ടി മെയിൻ വില്ലൻ ആണ് ഫ്രൂട്ട്സ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ഫ്രൂട്ട്സ് ആണ് യൂറിക് ആസിഡ് ഇൻക്രീസ് ചെയ്യുന്നത്. നിങ്ങളുടെ ഫാറ്റി ലിവർ ഇൻക്രീസ് ചെയ്യാൻ മെയിൻ റീസൺ ഫ്രൂട്ട്സ് എന്ന് പറയുന്ന ഒരു വീഡിയോ ചെയ്തിട്ടില്ലേ? ഒത്തിരി ആൾക്കാർ ആലോചിച്ചിട്ടുണ്ടാവും ഇവൻ എന്താ പറയുന്നത്, ഇവൻ എന്ത് മണ്ടത്തരാ പറയുന്നത്. ഇന്ന് രാവിലെ എന്റെ ക്ലയന്റ് എനിക്ക് മെസ്സേജ് റജി, ഞാൻ 6-7 കിലോ കൂടി നാട്ടിൽ പോയി തിരിച്ചു വന്നപ്പോഴേക്കും. അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, നമുക്ക് ഫാറ്റ് പ്രോട്ടീൻ ആയിട്ട് എടുക്കാം, കീറ്റോ ഡയറ്റ് എടുക്കാന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ക്ലയന്റ് പറഞ്ഞില്ല, ഞാൻ ചെക്കപ്പ് ചെയ്യുന്ന സമയത്ത് എന്റെ യൂറിക് ആസിഡ് കൂടുതലാണ് പറഞ്ഞു. നമുക്ക് ആ കോൺവെർസേഷൻ ഒന്ന് കേട്ടോക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്റെ പക്ഷേ ഈ യൂറിക് ആസിഡ് കൂടാൻ കാരണം നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, ഫ്രൂട്ട്സ് ആണ്. ഫ്രൂട്ട്സും കാർബ്സും കൂടുതൽ എടുക്കുന്നുണ്ടെന്ന്. നിങ്ങൾ എത്ര ചിക്കൻ കഴിച്ചു ഒന്ന് ആലോചിച്ചു, എത്ര ചിക്കൻ കഴിച്ചു എന്നിട്ടാണ് യൂറിക് ആസിഡ് കൂടി. നമ്മൾ ഫ്രൂട്ട്സ് കഴിച്ച് മാങ്ങ കഴിച്ചിട്ടൊക്കെയാണ് പിറ്റേ ദിവസം പോയി ചെക്ക് ചെയ്യുന്നത്. യൂറിക് ആസിഡിന്റെ ലെവലിൽ നല്ല വ്യത്യാസമാണ്. ചെക്ക് ചെയ്യുന്ന ടൈമിൽ യൂറിക് ആസിഡ് വ്യത്യാസം വരും. ചെക്ക് ചെയ്യുന്നതിന്റെ തലേന്ന് വല്ല ഫ്രൂട്ട്സ് കഴിച്ചായിരുന്നോ? അറ്റ്ലീസ്റ്റ് വേറെ എന്തെങ്കിലും ഫ്രൂട്ട്സ് കഴിക്കണം ചെക്ക് ചെയ്യുന്ന സമയത്തിന്റെ തലേന്നൊക്കെ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബോഡിയിലെ യൂറിക് ആസിഡ് ലെവൽ പിറ്റേ ദിവസം ചെക്ക് ചെയ്യുമ്പോൾ ഇൻക്രീസ് ആയി കാണിക്കും. അടിപൊളി. ഇന്നലെ ഞാൻ ചെറിയൊരു വീഡിയോ ചെയ്തായിരുന്നു, ഇൻസ്റ്റാഗ്രാമിലുണ്ട്, ഒന്നെടുത്ത് കണ്ടോക്കി. എന്താണ് ഫാറ്റി ലിവർ കൂടാൻ, എന്താണ് യൂറിക് ആസിഡ് കൂടാൻ ഞാൻ അത് പച്ച മലയാളത്തിൽ പറഞ്ഞു. ട്രൈഗ്ലിസറോഡ് കൂടുതലാണ്. ട്രൈഗ്ലിസറോഡും വീൽഡേലുമാണ് നമ്മുടെ ഹാർട്ടിനെ നിർത്താനുള്ള മെയിൻ സാധനം. അപ്പം കൊളസ്ട്രോൾ നല്ല സാധനം, പക്ഷെ ട്രൈഗ്ലിസറോഡും വീൽഡേലും ഭയങ്കര ഇഷ്യൂ ആണ്. അത് കൂടിയിട്ടുണ്ട്. അതാണ് നമ്മുടെ ബോഡി തടിക്കാൻ, പിന്നെ നമ്മൾ ഫാറ്റ് ആകാനും ബ്ലഡ് ഫ്ലോ കുറയാനും ഹാർട്ടിലേക്ക്. ട്രൈഗ്ലിസറോഡ് 179 അല്ലേ, ഓരോരുത്തർ 300 ആൾക്കാരൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ മക്കളെ മര്യാദയ്ക്ക് നിർത്തിക്കുക, ചോറും ചപ്പാത്തിയും ഒക്കെ ഇപ്പൊ നിർത്തിക്കുക, ഇല്ലെങ്കിൽ ഒരു കൊല്ലത്തിനുള്ളിൽ നിങ്ങൾ പെട്ടിയിലാവുന്നത്. നമ്മൾ 12 മണിക്കൂർ 2 ദിവസം വരെ യൂറിക് ആസിഡ് എടുത്ത ഫ്രൂട്ട്സിൽ നിർത്ത യൂറിക് ആസിഡിന്റെ അളവോടെ കാണിക്കും. നമ്മൾ ഒരിക്കൽ ഒരു ദിവസം 2 ഒരു 3 ദിവസം 4 ദിവസം കഴിക്കാതെ ഇരുന്നിട്ട് പോയി യൂറിക് ആസിഡ് ടെസ്റ്റ് ചെയ്യും. ഇവിടെ യൂറിക് ആസിഡ് ടെസ്റ്റ് ചെയ്യാൻ ചെറിയ പൈസ ഒന്നും തോന്നുന്നു. ജസ്റ്റ് ഒരാഴ്ച ഫ്രൂട്ട്സ് ഒന്നും എടുക്കണ്ട, കാപ്സ് കുറയ്ക്കും, എന്നിട്ട് ജസ്റ്റ് ഒന്ന് പോയി ചെക്ക് ചെയ്തിട്ട് നിങ്ങളുടെ റിസൾട്ട് ഒന്ന് പറയും. മറ്റോ അങ്ങനെ ചെയ്തു. ടോട്ടൽ എൻ്റെ റിസൾട്ട് വ്യത്യാസം ഉണ്ടാവും, നല്ല വ്യത്യാസം ഉണ്ടാവും. എന്നിട്ട് നല്ല രീതിയിൽ ഹെവി ആയിട്ട് വെയിറ്റ് ട്രെയിനിങ് ചെയ്യാം, നല്ല ജിമ്മിൽ പോവാൻ, നല്ല വെയിറ്റ് എടുക്കാൻ, ലിഫ്റ്റ് ചെയ്യാം, അത്യാവശ്യം നല്ല കാർഡിയോ വെയിറ്റ് ട്രെയിനിങ് ഒക്കെ ചെയ്താൽ പ്രശ്നം സോൾവ് ആണ്. നാട്ടിൽ പോകുന്ന മുമ്പ് യൂറിക് ആസിഡ് നോർമലായിരുന്നു. നാട്ടിൽ പോയി ഒരുപാട് ഫ്രൂട്ട്സും ഒരുപാട് ഐസ്ക്രീമും ഒക്കെ കഴിച്ചതിന് ശേഷം അവർ യൂറിക് ആസിഡ് ഇൻക്രീസ് ചെയ്ത്. ഇപ്പോൾ മനസ്സിലായില്ലേ, മീറ്റ് അല്ല വില്ലൻ, നിങ്ങളുടെ യൂറിക് ആസിഡ് ഇൻക്രീസ്. അത് ഫ്രൂട്ട്സ് എടുത്തുകൊണ്ട് വന്നാണ്, ഞാൻ പറഞ്ഞില്ലേ, വേറെ ഒന്നുമല്ല. നമ്മളത് ഇത് റെഗുലർ ആയിട്ട് ഫ്രൂട്ട്സ് ഇൻടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫ്രൂട്ട്സ് കുറച്ചത് ഇപ്പോൾ പോകും, ആ യൂറിക് ആസിഡ് വീണ്ടും അത് 5.8 മാറും. പക്ഷെ നമ്മൾ റെഗുലർ ആയിട്ട് ഫ്രൂട്ട്സ് എടുക്കാൻ തുടങ്ങി നമ്മൾ വിസറൽ ഫാറ്റ്, നമ്മുടെ ഓർഗൻസിന് ചുറ്റുമുള്ള ഫാറ്റും ഫാറ്റി ലിവർ ഒക്കെ കൂടും. വൺ ഓഫ് ദ റീസൺ ഫ്രൂട്ട്സ് ആണ്, വേറെ ഒന്നുമല്ല. അപ്പൊ നമ്മൾ ഇതിന് ചിക്കന് മീറ്റിന് ഇങ്ങനെ പ്രാഗിയത് കാരണം നമുക്ക് യൂറിക് ആസിഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചിക്കനും മീനും മുട്ടയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അത് വീണ്ടും ഇൻക്രീസ് ചെയ്യും. അതാണ് പ്രശ്നം ഉണ്ടാവുന്നത്. നാട്ടിൽ പോയപ്പോ ഈ ചോറും ചപ്പാത്തി അതൊക്കെ കുറവായിരുന്നു അല്ലേ, ഫ്രൂട്ട്സ് ആയിരുന്നു അല്ലേ മെയിൻ ആയിട്ട് ഉണ്ടായത്, ബാക്കി ഭക്ഷണം കുറവായിരുന്നല്ലോ. അതാ റിപ്പോർട്ടിൽ കാണാൻ ട്രൈഗ്ലിസറോഡ് 220 അത് 178 പക്ഷെ നേരെ യൂറിക് ആസിഡ് കൂടി, മറ്റേ ഇതും ഫാറ്റി ലിവറും കൂടി അല്ലെ. 2 വീക്സ് കൺട്രോൾ ചെയ്താൽ യൂറിക് ആസിഡ് കുറയും. യൂറിക് ആസിഡ് കുറഞ്ഞ് ഞാൻ വലിയ പ്രശ്നം ഉണ്ടാവില്ല.